എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഏപ്രിൽ 18-ാം തീയതിയാണ് നിങ്ങളുടെ ഹിസ്റ്ററിയുടെ എക്സാം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കുമെന്ന് കരുതുന്നു. നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ, അതായത് മാപ്പിൻ്റെ തന്നെ 6 ക്വസ്റ്റ്യൻസ് അല്ലേ, മുൻ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായി സജസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ 2 മാർക്കിൻ്റെ 22 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ 22 ക്വസ്റ്റ്യൻസ്, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാപ്പ് നന്നായിട്ട് പഠിച്ചേക്കുക. എല്ലാവർക്കും നന്നായിട്ട് ഹിസ്റ്ററി എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ. അതുമാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എഴുതാതിരിക്കരുത്, ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ ഹിസ്റ്ററി, ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഇന്നത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയും അല്ലേ. എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിയുടെ ഏതാണ്ട് പോർഷൻസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. നാളെ മുതൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഇനി നമുക്ക് 4 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹിസ്റ്ററിയിൽ നിന്നുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ 10 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അനലൈസ് ദ ഡിഫറെൻറ്റ് തിയറീസ് പുട്ട് ഫോർവേഡ് ബൈ ദ സ്കോളേഴ്സ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. 2. അനലൈസ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ദ ഏർലി വേദിക് സൊസൈറ്റി. 3. ഡെസ്ക്രൈബ് എനി 4 കോസസ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 4. മുഹമ്മദ് തുഗ്ലക് ഈസ് ഫേമസ് ഫോർ ഹിസ് ഇന്നോവേറ്റീവ് പ്രോജക്ട്സ്. എക്സ്പ്ലെയിൻ. 5. എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ റൈസ് ഓഫ് നാഷണാലിസം ഇൻ ഇന്ത്യ. 6. വൈ വാസ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് 1526 സിഗ്നിഫിക്കൻറ്റ്. എക്സ്പ്ലെയിൻ. 7. എ ന്യൂ thrust to the national movement was required and it came from the home rule movement. Explain. 8. What was the non-aligned movement? Examine its objectives. 9. Examine any 4 provisions of the Treaty of Versailles. 10. Describe the currency system of medieval India. 11. Describe the various styles and forms of painting in medieval India. 12. Explain any 4 contributions of Ishwar Chandra Vidyasagar. 13. Explain the drain of wealth theory propounded by early Indian nationalists. 14. Give 4 evidences to prove that the Harappans had trade contact with other countries. 15. Examine any 4 factors responsible for the expansion of Aryan culture in the later Vedic period. 16. State any 4 features of the Wood Dispatch 1854. Describe any 4 factors which inspired socio-religious reforms in the 19th century. 18. Explain 4 market regulations adopted by Alauddin Khilji. 19. Examine any 4 challenges faced by the Delhi Sultanate. 20. Explain the reasons for the growth of national consciousness in India. 21. Examine the impacts of the partition of Bengal 1905 on the Indian national movement. 22. Explain any 4 causes of the Russian Revolution 1917. 23. Examine the main objectives of League of Nations. To what extent was it successful? 24. Why was the Berlin Wall built by the Soviet Union? What were its effects? 25. Critically examine the impacts of the Second World War on Asian and African countries. 26. Examine the impacts of World War II on the anti-colonial struggle in the colonies. 27. Globalization has brought both opportunities and challenges to countries like India. Support the statement with relevant point.
28. Explain the differences between the monarchical and republican Mahajanapadas. 29. Explain the factors responsible for rise of Magadha as a strong power. 30. Why was the Satyagraha launched by Gandhiji? What was its significance? Question number 31. Who was Sirajuddaulah? What were the causes of the Battle of Plassey? 32. Explain the economic activities of the Harappan people. 33. Explain the main features of Ashoka's policy of Dhamma. 34. Examine the main terms of the Gandhi-Irwin Pact. 35. What is Truman Doctrine? What was its main aim? 36. How did industrialization change the pattern of global production and trade? 37. Critically examine the reasons for the First World War. 38. Trace the growth of military fascism in Japan. 39. Explain any four characteristics of regionalism in India. 40. What is referred to as Sangam age? Why is this age significant? 41. What is meant by urbanization? Examine any two factors responsible for rapid urbanization. 42. Analyze any four reasons responsible for the Cold War era. 43. What were the main reasons for the rift between the moderate and extremist leaders of the Congress? 44. Describe the currency and tariff reforms of Sher Shah. 45. Describe any four features of the military administration of Shivaji. 46. How did Buddhism differ from Jainism? 47. Explain the political effects of Alexander's invasion on India. 48. How did the advent of Babur in India mark a new era in Indian history? 49. Explain the role of Akbar in keeping the Indian people unified his kingdom. 50. Explain the main features of Swami Vivekananda's philosophy. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പം തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടുമല്ലേ. അതുപോലെ 10 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോയിൽ. ആ 15 ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് 4 മാർക്കിനും 2 മാർക്കിനും ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ 3 വീഡിയോയിലൂടെ 3-4 മാപ്പ് ഉൾപ്പെടെ 3-4 വീഡിയോയിലൂടെ ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം. അതായത് നമുക്ക് ഒക്ടോബർ, ഏപ്രിൽ അങ്ങനെ 6 മാസം കൂടുമ്പോഴാണ് NUSൻ്റെ എക്സാമുകൾ. അപ്പോൾ ആ 2 സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ.